إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتدي ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹാദരണീയരായ സഹോദരങ്ങളെ സഹോദരിമാർ, പരമകാരുണികനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഈ പരിശുദ്ധ ഭവനത്തിൽ ഒത്തുകൂടിയിട്ടുള്ള ഓരോ വിശ്വാസിയെയും വിശ്വാസിനിയെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ ബന്ധിപ്പിക്കുക എന്നതാണ് ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങളുടെ ലക്ഷ്യം. ഒരു ഘട്ടത്തിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ മനസ്സിൽ നിന്ന് പടിയിറങ്ങി പോകാത്ത രൂപത്തിലാണ് ഇസ്ലാം ആരാധനാ കർമ്മങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് സൂക്ഷ്മമായി വിലയിരുത്തിയാൽ നമുക്ക് കാണാൻ കഴിയും. ഫറലായ നിർബന്ധമായ കാര്യങ്ങളോടൊപ്പം ഐച്ഛികമായ സുന്നത്തായ കാര്യങ്ങൾ, ഇങ്ങനെ പ്രവർത്തന നൈരന്തര്യത്തിലൂടെ മനുഷ്യരുടെ ഓർമ്മകളെ പരമകാരുണികനായ റബ്ബുമായി ബന്ധിപ്പിക്കുക. നമസ്കാരമാണെങ്കിൽ ഫറള് നമസ്കാരത്തിന് പുറമെ സുന്നത്തായ നമസ്കാരങ്ങൾ, സകാത്താണെങ്കിൽ ഫറളായ സകാത്തോടൊപ്പം ഐച്ഛികമായ സ്വതക്ക, നോമ്പാവുമ്പോൾ റമളാനിലെ നോമ്പിന് പുറമെ ഓരോ മാസവും നോമ്പ്, വിശിഷ്ട ദിവസങ്ങളിലെ നോമ്പ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ച നോമ്പുകൾ, നിർബന്ധമായ ഹജ്ജിന് പുറമെ ഉംറ, പിന്നെ വിശ്വാസികളുടെ ദിക്റുകൾ, സ്വലാത്തുകൾ, ഇതെല്ലാം തന്നെ നമ്മുടെ മനസ്സിനെ അള്ളാഹുവുമായി നിരന്തരം ബന്ധിപ്പിക്കുവാനുള്ള ഒരു കാര്യമാണ്. നമ്മുടെ മനസ്സിൽ നിന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത പടിയിറങ്ങി പോകുമ്പോൾ നാം അശ്രദ്ധരായിത്തീരും, നാം അലസരായിത്തീരും. മറവി മനുഷ്യന്റെ ഭാഗമാണ്, മനുഷ്യപ്രകൃതത്തിന്റെ ഭാഗമാണ്. മനുഷ്യൻ മറക്കും. പക്ഷേ അശ്രദ്ധയും അലസതയും ഒരു രോഗമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, താക്കീത് നൽകുന്നത്. മറവി മനുഷ്യപ്രകൃതമായതുകൊണ്ടാണ് ചില ആരാധനാ കർമ്മങ്ങളിൽ മറവി സംഭവിക്കുമ്പോൾ അതിന്റെ പരിഹാരം ഇസ്ലാം നിർദ്ദേശിച്ചു തന്നിട്ടുള്ളത്. അശ്രദ്ധയും അലസതയും മനുഷ്യനെ ഇഹലോകത്ത് മാത്രമല്ല പരലോകത്ത് ആത്യന്തികമായ നഷ്ടത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഇഹലോകത്ത് അശ്രദ്ധയും അലസതയും കൊണ്ടുവരുന്ന അപകടങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. വലിയ നഷ്ടങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ അശ്രദ്ധയും അലസതയും ഉണ്ടാക്കുക. ഒരു വിദ്യാർത്ഥി പഠനത്തിൽ അശ്രദ്ധയും അലസതയും കാണിച്ചാൽ ആ വിദ്യാർത്ഥി പരാജയപ്പെടും. ഒരു ജോലി ചെയ്യുന്ന ആൾക്ക് അതിനോട് താല്പര്യമില്ലെങ്കിൽ, അശ്രദ്ധനാണെങ്കിൽ അയാൾക്ക് അതിൽ ഉയരാൻ കഴിയുകയില്ല. കുടുംബങ്ങളെ നാം ശ്രദ്ധിക്കാതിരുന്നാൽ കുടുംബങ്ങൾ അവരുടെ വഴിക്ക് പോകും. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു കൂട്ടായ്മയിലാണെങ്കിൽ അതിനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ
നമുക്കതിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ ശ്രദ്ധയും ജാഗ്രതയുമാണ് ഒരു വിശ്വാസിയിൽ നിന്ന് അള്ളാഹു ആഗ്രഹിക്കുന്നത്. ഏത് കാര്യത്തിലും അങ്ങനെയാണ്. പ്രത്യേകിച്ച് അള്ളാഹുമായിട്ടുള്ള ബന്ധം. ഒരാൾ അശ്രദ്ധനാണ് അല്ലെങ്കിൽ അലസനാണ് എന്നതിന്റെ അടയാളം അയാളുടെ ആരാധനാ കർമ്മങ്ങളിൽ തന്നെ ആദ്യമായി പ്രതിഫലിക്കും. ആരാധനാ കർമ്മങ്ങളോട് അയാൾക്കൊരു മടിയായിരിക്കും, അശ്രദ്ധയായിരിക്കും. ഇത് കാപഢ്യത്തിന്റെ ലക്ഷണം കൂടിയായിട്ടാണ് വിശുദ്ധ ഖുർആൻ താക്കീത് നൽകുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം അവന്റെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ്. അതാണ് അവന് സത്യനിഷേധികളിൽ നിന്ന് വേർതിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ അശ്രദ്ധയും അലസതയും മൂലം നമ്മുടെ നമസ്കാരം നമുക്ക് നഷ്ടമാകുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമ്മൾ നമസ്കരിക്കുന്നു, ചിലതൊന്നും നമ്മൾ നമസ്കരിക്കില്ല, ചിലതൊക്കെ ഒഴിവാക്കും. ഇതൊക്കെ നമ്മുടെ അശ്രദ്ധയുടെയും അലസതയുടെയും ഭാഗമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് ഇത് കാപഢ്യത്തിന്റെ ലക്ഷണമായിട്ടാണ്. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ് വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാല. സൂറത്തുൻ നിസായിലെ 142-ാമത്തെ വചനം. കപടവിശ്വാസികള് അള്ളാഹുവിനെ കബളിപ്പിക്കുന്നു എന്ന വ്യാജേന അവര് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ അലസതയിലും അശ്രദ്ധയിലും ആഴ്ന്ന് ജീവിക്കുന്നു. യഥാർത്ഥത്തിൽ അവർ ആത്മവഞ്ചന നടത്തുകയാണ്, അവരെ തന്നെയാണ് വഞ്ചിക്കുന്നത്. അവർ നമസ്കാരത്തെ സമീപിക്കുന്നത് അലസരായിക്കൊണ്ടായിരിക്കും. അവ അശ്രദ്ധയും അലസതയും ഒരാളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ അടയാളം ആരാധനാ കർമ്മങ്ങളിൽ അയാൾ കാണിക്കുന്ന വീഴ്ചയും അശ്രദ്ധയുമാണ് എന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ അടയാളം, നാം തിന്മകളെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന പിഴവുകളെ അതെത്ര വലുതാണെങ്കിലും നിസ്സാരവൽക്കരിക്കാൻ ന്യായീകരണങ്ങൾ ചമച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിക്കും, മനുഷ്യരാണ്, അബദ്ധങ്ങൾ സ്വാഭാവികമായിട്ട് സംഭവിക്കും. പക്ഷെ ആ അബദ്ധങ്ങൾ, വീഴ്ചകൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെടുന്നവനാണ് ഒരു വിശ്വാസി. അതാണ് വിശ്വാസിയുടെ സ്വഭാവം എന്ന് പറയുന്നത്. പക്ഷേ അലസതയും അശ്രദ്ധയും പിടികൂടിയ, ഹൃദയത്തെ കീഴടക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്യുന്ന തിന്മകളെ അയാൾ നിസ്സാരവൽക്കരിച്ചു കൊണ്ടിരിക്കും. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തിന്മകൾ അവൻ വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. ഏതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഫീ അസ്ലി ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി. ഒരു വിശ്വാസി തിന്മയെ കാണുന്നത് ഒരു വലിയ പർവ്വതത്തിന്റെ കീഴിൽ ഇരിക്കുന്നത് പോലെയാണ്. ഒരു വിശ്വാസി പർവ്വതത്തിന്റെ, മലയുടെ അടിയിൽ ഇരിക്കുന്നത് പോലെ അയാൾ എപ്പോഴും ആ മല തന്റെ മേൽ ഇടിഞ്ഞു വീഴുമോ എന്ന് ഭയപ്പെടും. അതുപോലെ ഭയപ്പാടോടുകൂടിയായിരിക്കും തിന്മയെ ഒരു വിശ്വാസി കാണുക. അതിൽ ചാടാതിരിക്കാൻ, അതിൽ വീഴാതിരിക്കാൻ അവൻ അതീവ ജാഗ്രതയോടുകൂടിയായിരിക്കും മുന്നോട്ട് നീങ്ങുക. എന്നാൽ അത്രയൊന്നും വിശ്വാസമില്ലാത്ത, തമ്മാടിത്തത്തിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ തോന്യാസങ്ങളിൽ ജീവിക്കുന്ന ആൾ, വഇന്നൽ ഫാജിറ യറാ ദുനൂബഹു കദുബാബിൻ വഖഅ അലാ അൻഫി. മൂക്കിന്റെ അറ്റത്ത് ഒരു പ്രാണി അല്ലെങ്കിൽ ഒരു ഈച്ചയൊക്കെ ഇരിക്കുന്നത് പോലെ വളരെ നിസ്സാരമായിട്ടാണ് തിന്മയെ ഒരു തമ്മാടി കാണുക. ആരാ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മനുഷ്യൻ തെറ്റുകൾ ചെയ്ത് അതിന്റെ ആ കുളിരറ്റുപോയാൽ മനുഷ്യൻ ഏത് വൃത്തികേടുകളും നിസ്സാരമായിട്ടാണ് തോന്നുക. അതിന്റെ കുളിരറ്റുപോയാൽ, തിന്മകൾ കൂടുതൽ പ്രവർത്തിക്കുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന ഒരു സ്വാഭാവികമായ മാറ്റമാണ് ആ തിന്മകളെ അവൻ നിസ്സാരമായി കാണുമെന്ന്. അതിനെ ന്യായീകരിക്കുവാനുള്ള ന്യായങ്ങൾ അവൻ ചമച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ പിശാച്ച് അവൻ അത്തരം ദുർബോധനങ്ങൾ അവനിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നാം ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മതത്തിന്റെ കാര്യത്തിൽ നമുക്ക് അലസതയും അശ്രദ്ധയും നമ്മെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു എന്നതിന്റെ അടയാളമായിട്ട് വേണം ഈ തിന്മകളോടുള്ള നിസ്സാരവൽക്കരണ സമീപനത്തെ നമ്മൾ കാണേണ്ടത്. മറ്റൊന്ന്, നമ്മൾ ചെയ്യുന്ന തിന്മകളുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തിന്മകൾ, അതിനെ നമ്മൾ ഉറക്കെ വിളിച്ചു പറയുകയും, അല്ലെങ്കിൽ അതിന്റെ പവിത്രത, അള്ളാഹുവിന്റെ ദീനിന്റെ പവിത്രത നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ വൃത്തികേടുകൾ ആളുകളുടെ മുമ്പിൽ പ്രചരിപ്പിക്കുകയും ചെയ്യും. ഇതിന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഏറ്റവും ദുഷിച്ച ഒരു സ്വഭാവമാണ്. അബദ്ധങ്ങൾ സംഭവിക്കും, പക്ഷേ ആ അബദ്ധങ്ങൾ കൂട്ടുകാരോട് പറയുക, നാട്ടുകാരോട് പറയുക, അല്ലെങ്കിൽ മതം അതിനെ വെറുക്കുന്ന ഒരു കാര്യമാണെങ്കിൽ കൂടി അത് ചെയ്തുകൊണ്ട് മതത്തെ ഇകഴ്ത്തുന്ന രൂപത്തിൽ
അതിനെ പരസ്യപ്പെടുത്തുക. ഇത് പൊതുവെ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു ദുസ്വഭാവമാണ്. ഇത് അലസതയുടെയും അശ്രദ്ധയുടെയും അടയാളമായിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പ്രവാചകൻ പറഞ്ഞു, കുല്ലു ഉമ്മത്തി മുആഫൻ ഇല്ലൽ മുജാഹിരീൻ. പ്രവാചകൻ പറയുകയാണ്, ഏത് അബദ്ധങ്ങൾ സംഭവിച്ചാലും അതിൽ മാപ്പിനൊരു പ്രതീക്ഷയുണ്ട്. അള്ളാഹു നമുക്ക് മാപ്പ് നൽകും, അള്ളാഹു നമുക്കത് പുറത്തു തരും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷേ വൃത്തികേടുകൾ ചെയ്ത് അത് പരസ്യമാക്കുന്നവർക്ക് ആ പ്രതീക്ഷ ഇല്ല എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് താക്കീത് നൽകുന്നത്. ഏതുപോലെ വഇന്ന മിനൽ ജിഹാരി അൻ യഅമല റജുലു ബില്ലൈൽ അമലൻ സുമ്മ യുസ്ബിഹു വഖദ് സതറ അല്ലാഹു തആല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ചെയ്യുന്ന ആ തോന്നിയാസാണെങ്കിൽ അള്ളാഹ് മറച്ചു വെച്ചതായിരിക്കാം അവന്റെ പോരായ്മ. പക്ഷെ അവൻ നേരം വെളുത്ത് ഞാൻ ഇന്ന രാത്രി ഇല്ല വൃത്തികേടുകളെല്ലാം ചെയ്തു, ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ ഞാൻ ചെയ്തു എന്ന് ആളുകളുടെ മുന്നിൽ അഭിമാനത്തോടു കൂടി പറയുന്ന സ്വഭാവം പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. വൃത്തികേടുകൾക്ക് മഹത്വം നൽകുക, അല്ലെങ്കിൽ തോന്നിയാസങ്ങളെ മഹത്വവൽക്കരിക്കുക, അതിന്റെ പേരിൽ ദുരഭിമാനം നടിക്കുക, അഭിമാനത്തോടു കൂടി പറയുക, അതിൽ നിന്ന് കൂട്ടുകാർക്കിടയിൽ നിന്ന് കയ്യടി നേടുക. ഇതൊക്കെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു ദുസ്വഭാവമാണ്. ഇത് നമ്മുടെ മനസ്സിൽ ദീൻ പടിയിറങ്ങി, അല്ലെങ്കിൽ മതം പടിയിറങ്ങി, നമ്മുടെ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് നമ്മൾ അകന്നാണ് ജീവിക്കുന്നത് എന്നതിന്റെ അടയാളമായിക്കൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിക്കുന്നത്. ഇനി എങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ നിന്ന് ഈ പടിയിറങ്ങിയ ഈ ഈമാനിനെ നമ്മൾ തിരികെ വിളിക്കുക? എങ്ങനെയാണ് ഈ ശ്രദ്ധ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുക? ഒന്നാമതായി വേണ്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയാണ്. അള്ളാഹുവിന്റെ ഏകത്വത്തെ കുറിച്ച് മനസ്സിലാക്കുക, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കുക, അള്ളാഹുവിന്റെ പേരിൽ മാത്രം സത്യം ചെയ്യുക, അള്ളാഹുവിൽ മാത്രം പ്രത്യാശയും പ്രതീക്ഷയും അർപ്പിക്കുക. അതാണ് തൗഹീദ് എന്ന് പറയുന്നത്. അതൊരു ജീവിതത്തിന്റെ ഭാഗമായി, അതൊരു ദർശനമായി സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുമ്പോൾ അള്ളാഹുവിന്റെ മഹത്വം നമ്മൾ അറിയും, അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ നമ്മൾ അറിയും, അള്ളാഹുവിന്റെ രക്ഷാകർത്തൃത്വത്തെ പറ്റി നമ്മൾ അറിയും. അങ്ങനെ അള്ളാഹുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ ഒരു അറിവും മഹത്വവും നമുക്കുണ്ടാകുമ്പോഴാണ് അള്ളാഹുവിന്റെ കൽപ്പനകളോട് ഒരു നീതി പുലർത്തണം എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവുകയുള്ളൂ. അതില്ലാതെയാകുമ്പോഴാണ് നമ്മൾ ഇത്തരം വൃത്തികേടുകളിൽ അകപ്പെടുന്നത്, നമ്മുടെ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്ന് പടിയിറങ്ങുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ വേണ്ടത് നമ്മുടെ ദുരഭിമാനം വെടിയുക എന്നുള്ളതാണ്. നമ്മളൊക്കെ ഇന്ന് മക്കളെ കൊണ്ട്, പേരമക്കളെ കൊണ്ട്, നമ്മുടെ ഭൗതിക സുഖാഡംബരങ്ങളെ കൊണ്ട് വലിയ ദുരഭിമാനം നടിക്കുന്നവരാണ്. ആ ദുരഭിമാനത്തിൽ നമുക്ക് നഷ്ടമാകുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയാണ്. അൽഹാക്കുമുത്ത തകാസുർ, പരസ്പരമുള്ള നിങ്ങളുടെ ഈ ദുരഭിമാനമുണ്ടല്ലോ, അത് നിങ്ങൾ അശ്രദ്ധയിലാഴ്ത്തിയിരിക്കുന്നു, നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് നിങ്ങൾ അകറ്റിയിരിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നത് എത്രമാത്രം വലിയൊരു സത്യമാണ്. നമ്മുടെ ധനം കൊണ്ട്, അധികാരം കൊണ്ട്, സ്വാധീനം കൊണ്ട്, നമ്മുടെ കുടുംബങ്ങളുടെ ശക്തി കൊണ്ട് ഒക്കെ നമ്മൾ വലിയ ദുരഭിമാനം നടിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഈ ദുരഭിമാനം നടിക്കുന്നത്? ഈ ദുനിയാവിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശംസകൾ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ ദുരഭിമാനം, അല്ലെങ്കിൽ ഞാനാണ് മികച്ചു നിൽക്കുന്നത് എന്ന് പറയുന്നതിനാണ്. യഥാർത്ഥത്തിൽ ഇതിലൂടെ സംഭവിക്കുന്നത് എന്താണ്? നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത നമ്മളുടെ മനസ്സിൽ നിന്ന് പടിയിറങ്ങി പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യക്ബറു ഇബ്നു ആദം വയക്ബറു മഅഹു ഇസ്നാനി. മനുഷ്യൻ പ്രായമാകും തോറും മനുഷ്യന്റെ കൂടെ വളർന്നു വരുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. മനുഷ്യന് പ്രായം ഇങ്ങനെ 50ആയി, 55ആയി, 60ആയി, ഇതിനോടൊപ്പം വളർന്നു വരുന്ന രണ്ട് കാര്യങ്ങൾ പ്രവാചകൻ പറഞ്ഞു, ഹുബ്ബുൽ മാൽ വതൂലുൽ ഉമർ. പണത്തോടുള്ള ആർത്തിയും ആയുസ് വർദ്ധിക്കണമെന്നുള്ള ചിന്തയുമായിരിക്കും മനുഷ്യനുണ്ടാകുന്ന രണ്ട് കാര്യങ്ങൾ. മനുഷ്യന്റെ പ്രായം ഇങ്ങനെ വളരുമ്പോൾ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പണവും സ്വാധീനവും വർദ്ധിക്കണമെന്നാണ്. അതോടൊപ്പം തന്നെ കുറെ കാലം ഇവിടെ ജീവിക്കണം എന്നുള്ളതാണ്. അള്ളാഹു നമ്മുടെ ആയുസ്സിന് കൃത്യമായി ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അള്ളാഹുവെ എനിക്ക് നീ ആയുസ് ദീർഘിപ്പിച്ചു തരണേ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവെ നീ നിശ്ചയിച്ച ആയുസിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ആയുരാരോഗ്യത്തോടുകൂടി ജീവിക്കുവാനുള്ള, നിനക്ക് വിനയാന്വിതനായി, നിന്നിലേക്ക് വിനയാന്വിതനായി മടങ്ങി ജീവിക്കാനുള്ള സൗഭാഗ്യം റബ്ബെ നൽകണേ എന്നാണ് നമ്മൾ ആയുസ് വർദ്ധിപ്പിച്ചു തരണേ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ അള്ളാഹു നമുക്ക് കൃത്യമായിട്ട് ഒരായുസ് നമുക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ആ പരിധി വരെ ഞാനും നിങ്ങളൊക്കെ ജീവിക്കുകയുള്ളൂ. പക്ഷെ ആ കാലഘട്ടത്തിൽ അള്ളാഹുവിനോട് നന്ദി കാണിച്ചുകൊണ്ട് വളരെ സമാധാനത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു സൗഭാഗ്യം
റബ്ബേ എനിക്ക് നൽകണമേ എന്നുള്ള പ്രാർത്ഥനയാണ് നമ്മളിൽ നിന്നുണ്ടാവേണ്ടത്. അപ്പൊ മനുഷ്യൻ പ്രായമാകും തോറും മനുഷ്യനോടൊപ്പം വളർന്നു വരുന്ന ഈ ദുസ്വഭാവങ്ങൾ അല്ലെങ്കിൽ വലിയ മോഹങ്ങൾ രണ്ടെണ്ണമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തിന്മകൾ, അതും നമ്മളെ ചെറിയ ചെറിയ തിന്മകൾ വന്നുകൂടി കുന്നുകൂടി നമ്മുടെ ഹൃദയത്തെ അത് വലിയ കറുത്ത പടലങ്ങളാക്കി മാറ്റും. അത് നമ്മളെ അള്ളാഹുവിൽ നിന്ന്, അവന്റെ ചിന്തയിൽ നിന്ന് നമ്മളെ പയ്യെ പയ്യെ അകറ്റുകയും നമ്മുടെ ഹൃദയത്തിൽ വലിയ ഒരു കറയും മൂടിയും സൃഷ്ടിക്കുകയും ചെയ്യും. എന്ന് ഖുർആൻ അതിനെ സംബന്ധിച്ചാ പറയുന്നത്. ഒരു കറ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു മൂടി ഉണ്ടാകും അവരുടെ ഹൃദയത്തിൽ. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? മനുഷ്യൻ ഇങ്ങനെ തിന്മയിൽ അകപ്പെട്ട് അതിൽ നിന്ന് മോചിതനാവാതെ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് ഒഴിവായി അങ്ങനെ തോന്നിയതുപോലെ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ മനുഷ്യൻ ഇതുപോലെ അവസ്ഥയിൽ എത്തിച്ചേരുമെന്നുള്ളതാണ് ഞാനും നിങ്ങളും ഒക്കെ ഭയപ്പെടേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ആരാധനകളുമായിട്ട് അള്ളാഹു നമ്മളെ ബന്ധിപ്പിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുവാനുള്ള അവസരങ്ങൾ നമുക്കിങ്ങനെ നൽകുകയാണ്. നോക്കൂ നിങ്ങൾ, റമദാനിന് മുമ്പ് തന്നെ നോമ്പ്, അതുപോലെ തന്നെ സുന്നത്തായ കാര്യങ്ങള്, ഐച്ഛികമായ കാര്യങ്ങള്, സ്വതക്കകള്, ദാനധർമ്മങ്ങള്, ഇതിലൂടെയെല്ലാം തന്നെ വിശ്വാസിയുടെ മനസ്സിനെ ദൈവവുമായി ബന്ധിപ്പിക്കുകയാണ്. അങ്ങനെ ബന്ധിപ്പിക്കുന്ന മനസ്സുകളുടെ ഉടമകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയെല്ലാം ചേർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാർ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. നമ്മൾ പറഞ്ഞു വന്നത് ദൈവസ്മരണയിൽ നിന്ന് മനുഷ്യൻ അകലുന്ന ചില കാര്യങ്ങളാണ്. ആ ദൈവസ്മരണയെ നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്തി വെക്കാനുള്ള ചില മാർഗങ്ങളെ കുറിച്ച് പറഞ്ഞു. പലപ്പോഴും ചീത്ത കൂട്ടുകെട്ടുകളാണ് ദൈവസ്മരണയിൽ നിന്നും ദീനിന്റെ യഥാർത്ഥ വഴിയിൽ നിന്നും നമ്മളെ അകറ്റുന്നത്. ശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല. നാളെ പരലോകത്ത് മനുഷ്യൻ ഖേദിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യം, ഇവനെ കൂട്ടുകാരനായി സ്വീകരിച്ചിരുന്നില്ലെങ്കിൽ എത്ര നന്നായനെ എന്നാണ്. ഇവനെ കൂട്ടുകാരനായി ഞാൻ സ്വീകരിച്ചതാണ് എൻ്റെ എല്ലാ പിഴവിനും കാരണം, എല്ലാ എൻ്റെ പരാജയത്തിനും കാരണം എന്ന് മനുഷ്യൻ പരിതപിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയാം. ലഖദ് അളല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി വകാന ശൈത്താനു ലിൽഇൻസാനി ഖദൂല. പിശാച് മനുഷ്യനെ ഇവിടെ പഴപ്പിക്കാൻ വേണ്ടി ഓരോരോ കൃത്രിമമായ അലങ്കാരങ്ങൾ മനുഷ്യന് കാണിച്ചു കൊടുക്കും. കൃത്രിമമായ കൂട്ടുകെട്ടുകളും ചങ്ങാത്തങ്ങളും മനുഷ്യൻ ഉണ്ടാക്കി കൊടുക്കും. പക്ഷെ അതൊക്കെ തന്നെയും മനുഷ്യനെ കൊണ്ടുപോകുന്നത് വലിയ പിഴവിലേക്കായിരിക്കും. പിശാച് പോലും പരലോകത്ത് മനുഷ്യനെ കൈയൊഴിയും. മനുഷ്യൻ അവിടെ പരിതപിക്കും, അവിടെ സങ്കടപ്പെടും, റബ്ബേ ഇവനെ കൂട്ടുകാരനായി സ്വീകരിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന്. അപ്പൊ ചീത്ത കൂട്ടുകെട്ടുകളാണ് പലപ്പോഴും നമ്മളെയൊക്കെ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിൽ നിന്ന്, ഈ ദീനിന്റെ വഴിയിൽ നിന്ന് നമ്മളെ പുറകോട്ട് കൊണ്ടുപോകുന്നത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ ധന്യമാക്കുക, പച്ചപ്പുള്ളതാക്കി മാറ്റുക, നനവുള്ളതാക്കി മാറ്റുക. അള്ളാഹു പറഞ്ഞു, വദ്കുർ റബ്ബിക ഫീ നഫ്സിക തളർറുഅൻ വഖീഫതൻ ദൂനൽ ജഹരി മിനൽ ഖൗലി ബിൽ ഗുദുവ്വി വൽ ആസാൽ വലാ തകും മിനൽ ഗാഫിലീൻ. ഖുർആൻ പറയാണ്, നിങ്ങൾ വിനയത്തോടുകൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് വലിയ ഒച്ചയും ബഹളമൊന്നും ഇല്ലാതെ അള്ളാഹുവിലേക്ക് നിങ്ങൾ വിനയാന്വിതരായി മടങ്ങുക. വളരെ ശ്രദ്ധേയമാണ് അള്ളാഹുവിന്റെ വചനങ്ങൾ. അള്ളാഹുവിനുള്ള ദിക്റുകൾ എന്ന് പറഞ്ഞാൽ വലിയ ബഹളമുണ്ടാക്കി നടത്തുന്ന സംഗതികളല്ല. ഭയപ്പാടോടുകൂടി വിനയത്തോടുകൂടി ദിക്ർ ചൊല്ലുക, അള്ളാഹുവിലേക്ക് നിങ്ങൾ അടുക്കുക. നിങ്ങൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും റബ്ബിലേക്ക് നിങ്ങൾ ദിക്റുമായിട്ട് അടുക്കുക. വലാ തകും മിനൽ ഗാഫിലീൻ. നിങ്ങൾ ഒരിക്കലും അശ്രദ്ധരിൽ അകപ്പെട്ടു പോകരുത് എന്ന് ഖുർആൻ പറയുകയാണ്. വിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മുടെയൊക്കെ മനസ്സിനെ നാം ദിക്ർ കൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ട് ധന്യമാക്കി നാം നിർത്തുക. കാരണം പരിശുദ്ധ റമദാനാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള തുടക്കം എന്ന നിലയിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ട് നാം ആ പരിശുദ്ധ മാസത്തെ വരവേൽക്കുവാനുള്ള മാനസികമായ ഒരു സന്നദ്ധതയാണ് എനിക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടത്. അങ്ങനെയുള്ള യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹുവെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള അബദ്ധങ്ങൾ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തന്നെ റബ്ബേ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വിഷമം അനുഭവിച്ചു കഴിയുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് അള്ളാഹുവെ നീ നിർഭയത്വവും സമാധാനവും പ്രദാനം ചെയ്യണമേ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് രോഗികളായി കിടക്കുന്ന അനവധി സഹോദരങ്ങളുണ്ട്.
പല ആളുകളും പ്രാർത്ഥിക്കാനായി നമ്മോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാ അർത്ഥത്തിലുമുള്ള ഷിഫ നൽകി അള്ളാഹുവേ നീ അനുഗ്രഹിക്കണമേ. ആശുപത്രി കിടക്കകളിൽ നിന്ന് അവരുടെ കുടുംബങ്ങളിലേക്ക് സമാധാനത്തോടുകൂടി മടങ്ങാനുള്ള സൗഭാഗ്യം നൽകി നീ അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കള്, ബന്ധുമിത്രാദികള്, സ്നേഹജനങ്ങള്, ഇണകള്, മക്കള്, നേതാക്കള്, അവരുടെയൊക്കെ ഖബറുകൾ അള്ളാഹുവെ നീ പ്രകാശിപ്പിക്കണമേ. മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. സ്വർഗ പൂന്തോപ്പിൽ അവരെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം നൽകി നീ അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ, മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന അനവധി ആളുകൾ ഈ ജുമയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും എല്ലാ അർത്ഥത്തിലുമുള്ള ആശ്വാസവും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما. اللهم آت نفوسنا تقواها وزكها انت خير من زكاها انت وليها ومولاها. اللهم انا نسالك الهدى والتقى والعفاف والغنى يا ارحم الراحمين. اللهم صل وسلم على رسولك وعبدك محمد وآله وصحبه اجمعين والحمد لله رب العالمين.